കഴിഞ്ഞ വെള്ളം ജില്ലേക്കുന്ന വീട്ടിൽ ഞാൻ 5K ലൈക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺബോക്സ് പറയുന്ന അടുത്തൊരു സോഫ്റ്റ് ഡ്രിങ്ക് അടിച്ചാൽ ജില്ലയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോക്ക് 32K ലൈക്കാണ് എനിക്ക് തന്നത്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ പെപ്സി ചെയ്യണം. അപ്പൊ നമ്മളെ പെപ്സി എടുത്തിട്ട് ഇനി ഒരു പെപ്സി അടിച്ച് ഈ ഒരു പാത്രത്തോട്ട് കുഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പെപ്സി മൊത്തത്തിൽ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലിയാക്കാനുള്ള സാധനം എടുക്കാം. അപ്പൊ നമ്മളെ പെപ്സി ജെല്ലിയാക്കാണ് നമ്മളെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ചൈന ഗ്രാസ് പൊടിച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ചൈന ഗ്രാസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ചൈന ഗ്രാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ചൈന ഗ്രാസ് നമുക്ക് അടുപ്പ് വെച്ച് അലിച്ചെടുക്കാം. ഗൈസ് അപ്പൊ വീഡിയോക്ക് ഒരു 5K ലൈക്ക് തരും. അപ്പൊ ഗൈസ് നമ്മളെ പെപ്സി എടുത്ത് നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമ്മളെ ചൈന ഗ്രാസ് അലിയുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ചൈന ഗ്രാസിൽ അലിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുത്ത ശേഷം എടുക്കാം. അപ്പൊ ഗൈസ് നമ്മളെ പെപ്സിയുടെ ചൂടെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഈ ചൂട് പോയ പെപ്സി നമുക്ക് ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ് അപ്പൊ ചൂടാക്കിയപ്പോ നമ്മളെ ബാക്കി പെപ്സി നീരാവി പോയെന്ന് തോന്നുന്നു. ബാക്കി പെപ്സി ആണെന്നില്ല. ഗൈസ് അപ്പൊ ഇനി വളരെ ഒരു 19,000 സപ്പോർട്ട് ഉണ്ട്. നമ്മൾ 8 ലക്ഷം ഫാമിലി ചെയ്തായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാത്തവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് അപ്പൊ ഏകദേശം 1 മണിക്കൂർ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ജെല്ലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്ന ശേഷം കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടല്ലേ നോക്കാം. ഓടാ മോനെ ഗൈസ്, ഇപ്പൊ നല്ല രീതിക്ക് തന്നെ ജെല്ലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ് ഇപ്പൊ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെങ്കിൽ കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം.